എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, ഒരു കോമഡി എൻ്റർടൈനർ ആണെങ്കിലും ഒരു വലിയ മെസ്സേജ് ഉണ്ട്. അതായത് ഇന്ന് യുവതലമുറയെ വഴിതെറ്റിക്കുന്ന മയക്കുമരുന്നിന് എതിരേക്ക് ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആക്ടേഴ്സ് എല്ലാം നമ്മുടെ നമുക്ക് പരിചയമുള്ള ആക്ടേഴ്സാണ്, ആരും മോശമില്ല. കാരണം കുറേ നാളിന് ശേഷം പ്രേംകുമാർ സാറിനെ കാണാൻ പറ്റി. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. നല്ലൊരു മേക്കിങ്ങാണ്, കുഴപ്പമില്ല, ഒട്ടും ബോർഡിക്കാൻ കണ്ടുകൊണ്ടിരിക്കുക. നല്ല പടമാണ് കേട്ടോ, നല്ല രസമുള്ള പടമാണ്. നല്ല സെക്കൻഡ് ഹാഫ് നല്ല ചിരിക്കാനുള്ള, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബോറടിയൊന്നുമില്ല. അടിപൊളി പടമാണ്. ഷൈൻ ടോം നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി ആക്ടേഴ്സൊക്കെ വരുന്നുണ്ട്, അവരെല്ലാം ഗംഭീരമായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് നമുക്ക് മനസ്സിലാവാതെ ചോദിക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഗംഭീരമായിട്ട് സംഭവം മാറുന്നുണ്ട്. അടിപൊളി, നല്ലൊരു മൂവിയാണ്, നല്ല എൻ്റർടൈനറാണ്, കണ്ടുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ പോലെ തന്നെയാണ്. നിങ്ങൾ പറയാം എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട്? നല്ല രസകരമായിട്ട് ഉണ്ട്. ആദ്യത്തെ സിനിമയാണ്, നന്നായിട്ട് വരട്ടെ. മൊത്തത്തിൽ നല്ലൊരു ചിരിയൊക്കെ ഉണ്ട്, ഒരുപാട് കൊള്ളാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഹാപ്പി അല്ലേ? അതെ 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 അതെ. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും പടപടയല്ലേ പരിപാടികളെല്ലാം. അതെല്ലാം തീർത്തൊന്നില്ലേ പിന്നെ? ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് പോലീസ് റോൾ അടിപൊളി പോലെ അല്ല, ഇതിനകത്ത് പോലീസ് റോൾ നേടിയെന്ന അടിപൊളി. ആദ്യമായിട്ടുള്ള സിനിമയിൽ ഇങ്ങനെ ഒരു നിറഞ്ഞു നിന്ന് കാണാം, അത് ഭയങ്കര സന്തോഷം. അടിപൊളി, എല്ലാവരും പോയി പടം. ആക്ച്വലി ഒരു സ്പെഷ്യൽ മൂവിയാണ്. ബിക്കോസ് എനിക്ക് ഇതെൻ്റെ ഫസ്റ്റ്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് മ്യൂസിക്, വൺ ഓഫ് ദ മ്യൂസിക് ഡയറക്ടേഴ്സാണ്. സോ ഇത് എനിക്ക് വലിയൊരു മൊമെൻ്റാണ്. ബിക്കോസ് ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവി ആൻഡ് അത് തിയേറ്ററിൽ നിന്ന് കേൾക്കാൻ പറ്റിയ നല്ലൊരു ക്രൂ, അടിയപ്പേരൊക്കെ ഇറക്കിയ ക്രൂ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യം. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ചിരിക്കാനും കോമഡി ആയിരുന്നു, ഫണ്ണായിരുന്നു. ഹാഫ് ടൈമിന് ശേഷം തകർത്തും, ഒന്നും പറയാനില്ല. എല്ലാം ഫൺ പടമാണ്, ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. ചിരിക്കാനുണ്ട്, സീരിയസ്നെസ് ഉണ്ട്, എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു അടിപൊളി. നല്ല മൂവി, നല്ല മൂവി. കണ്ടിരിക്കാനായിട്ട് മാക്സിമം നമ്മളെ ഇരുത്തും അതിനകത്ത്. ആഫ്റ്റർ ഇൻ്റർവെൽ അടിപൊളിയാണ്. ഇവരൊന്നും ചെറിയ ഗ്യാപ്പെടുത്ത് അവർ പോയിക്കോട്ടെ. അടിപൊളി, അടിപൊളി കോമഡി പടം, അടിപൊളി. എല്ലാവരും വന്ന് കാണണം, ഫസ്റ്റായിട്ട്. ഇപ്പം ഇറങ്ങിയിരിക്കുന്ന മൂവിയൊക്കെ ഏകദേശം ത്രില്ലർ മൂവിയല്ല, ഇത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. നമ്മുടെ പ്രൊഡക്ഷൻ തന്നെയാണ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്, എല്ലാ ഫാമിലിക്കും കാണാൻ പറ്റിയൊരു മൂവിയാണ്. നല്ല ചിരിക്കാനുണ്ട്. ആനേൻ്റെയൊക്കെ നമ്മൾ ഡയറക്ടർ പറയുന്ന കേട്ടിട്ടുണ്ട്, ആനയാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ശരിക്കും ആനയായിട്ട് അഭിനയിച്ചത്. ഞാൻ ഈ പ്രൊഡക്ഷൻ്റെ ഇൻചാർജ് എനിക്കാണ്. അത് ഞാൻ വരുന്നതിന് മുമ്പ് ചെയ്ത സിനിമയാണിത്. അപ്പം എന്തായാലും ഡയറക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആനയൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു നായകൻ തന്നെയായിരുന്നു ആന. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഫാമിലിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായോ? എങ്ങനെയുണ്ട് പെർഫോമൻസ്? നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സെക്കൻഡ് ഹാഫ്? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു, സൂപ്പർ. ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു? ചിരിക്കണ്ടായിരുന്നു, കുറേ കോമഡി. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ? പെർഫോമൻസ് ഉണ്ട്, എല്ലാവരുടെയും നല്ല അടിപൊളി പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? സോറി, കുറച്ച് കൂടെ തിരിഞ്ഞിട്ടാ, അതുകൊണ്ട് നോ സ്മോക്കിംഗ്. നല്ല അടിപൊളി ഫൺ പടമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ ചിരിൻ്റെ ഒരു ഇതായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ പൊട്ടിച്ചിരിയായിരുന്നു എല്ലാവരും. നല്ല കയ്യടിയും കാര്യങ്ങളായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ആന ഉണ്ടായിരുന്നു, ആന ഫുൾ കഥാപാത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളും പടം വരുന്നുണ്ട് ഒരു ബ്ലാക്ക് ക്ലോത്ത് വീക്കിലി നസ്രിയ തിരിഞ്ഞു നോക്കുക എന്നുള്ള പടം. അത് ശരി, നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു, എല്ലാവരും വരണം.
സപ്പോർട്ട് ഉണ്ടാവണം. ഒറ്റയ്ക്കാണോ ഫ്രണ്ട്സും കൂടിയാണോ ഫ്രണ്ട്സും കൂടി പടം എന്ന് വെച്ചാൽ കോമഡി ആയിരുന്നു. ഹാഫിന് ശേഷം മൊത്തത്തിൽ ചിരിപ്പിച്ച എല്ലാവരും നല്ല സമയം സമയം പോകുന്ന അറിയത്തില്ല. ഇതിനുള്ള ശേഷം നല്ലതായിട്ട് ക്ലൈമാക്സൊക്കെ അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ നാട്ടിൽ നിന്ന് ആട്ടി ഓടി വിട്ടവന് അവസാനം ഇതായിട്ട് വന്നു. നല്ല മൂവിയാണ്. നമ്മുടെ സമയം ആ സിനിമൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ മാനേജറാണ് ഇപ്പോഴത്തെ. പ്രൊഡക്ഷൻ്റെ ഇൻചാർജ് എനിക്കാണ്. ഞാൻ ഇൻചാർജ് എടുക്കുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഭയങ്കര ഇൻചാർജ് എനിക്ക് അടുത്ത സിനിമ തൊട്ട് കംപ്ലീറ്റ്ലി അവരുടെ കയ്യിലായിരിക്കും. കുട്ടമണി കപ്പേരുടെ സെയിം ഡയറക്ടർ പുള്ളിക്കാരൻ്റെ ഏറ്റവും ഒരു വെറൈറ്റി പേര് ഹരിദാസുള്ള സ്റ്റാമ്പ് ചിത്രമാണ്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൺഫ്യൂസിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ധൈര്യമായിട്ട് അയ്യപ്പൻ്റെ ആയിരിക്കും ചിലപ്പോൾ. എങ്ങനെയുണ്ട് ഇപ്പം ആദ്യത്തെ ലാസ്റ്റ് ടൈം വരെ കണ്ടപ്പോൾ വിചാരിച്ച പോലെ വന്നോ? ഞാനിങ്ങനെ ഇപ്പോഴാണ് പടം കാണുന്നത്. എന്തായി ഹാപ്പിയായില്ലേ? കഴിച്ചിട്ട്